തൃശൂർ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വീരാൻകുട്ടി അരേക്കാപ്പ് പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. കാലവർഷം രൂക്ഷമാകുമ്പോൾ പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് വീരാൻകുടി ഉന്നതിയിലെ നിവാസികൾ ഞണ്ടുചുട്ടാൻ പാറയിൽ താൽക്കാലിക കുടിൽകെട്ടി താമസം തുടങ്ങിയിരുന്നു. ഇവിടെ വസിക്കാൻ അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാൻ ജിയോളജി അടക്കമുള്ള സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഘം അടുത്തയാഴ്ച തന്നെ പരിശോധന നടത്തും. അരേക്കാപ്പ് ഉന്നതിയിൽ നിലവിൽ 28 കുടുംബങ്ങളാണ് ഉള്ളത്. സ്ഥിരമായി മാറ്റി താമസിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഭൂരിഭാഗം പേർക്കും പ്രദേശം വിട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കാട് വിട്ട് താമസിക്കാൻ ചെറിയ വിഭാഗം വിമുഖതയും പ്രകടിപ്പിച്ചു. എത്ര പേർ പോകാൻ തയ്യാറാണെന്ന് അറിയാൻ ഊരുകൂട്ടം ചേർന്ന് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകി. മാരംകോടും വെറ്റിലപ്പാറയുമാണ് പ്രദേശവാസികൾ മാറി താമസിക്കുന്നതിന് ആവശ്യപ്പെട്ടത്. അനുയോജ്യമായ ഭൂമി കണ്ടെത്തി ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഈ സ്ഥലങ്ങളിലും ഉടനെ പരിശോധന നടത്താൻ വനം ജിയോളജിസ്റ്റ് ഉൾപ്പെട്ട സംഘത്തിന് നിർദ്ദേശം നൽകി. ഊരുമൂപ്പൻ മറ്റു ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഇവരുടെ സമ്മതത്തോടെയാണ് പരിശോധന നടത്തുക. തുടർന്ന് മാറി താമസിക്കാൻ തയ്യാറാകുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കളക്ടേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, മിനിസ്റ്റേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സും ഇവിടെ ഉണ്ട്. കാരണം കറണ്ട്, ഇൻ്റർനെറ്റ് അതുപോലത്തെ കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മളൊന്നും തീരുമാനിച്ചിട്ടല്ല വന്നേക്കുന്നത്. നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. തുടർന്ന് മലക്കപ്പാറയിലെ ട്രൈബൽ OP ക്ലിനിക്കും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ക്ലിനിക്ക് തുടർന്നും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉടൻ സ്വീകരിക്കും. ഗതാഗത സൗകര്യം, ബാങ്കിംഗ് സൗകര്യം, അക്ഷയ സെന്ററുകൾ ഉണ്ടാവണമെന്ന ആവശ്യങ്ങളും മലക്കപ്പാറ നിവാസികൾ മുന്നോട്ടുവച്ചു. ഇത്തരം അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മലക്കപ്പാറയിൽ നിന്ന് താഴേക്ക് ചെങ്കുത്തായ നടപ്പാതയിലൂടെ 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് കളക്ടറും സംഘവും എത്തിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സ്വർണവും